ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളത് ജോർജിയ വരെ പോയ കഥയുടെ ആദ്യ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ അങ്ങോട്ട് വരില്ല, ഞാൻ ക്ലാസ്സിലൊന്നും കയറില്ല. ജിത്തുവിന് പേടിയായത് കാരണം പേടിത്തണ്ടം നിൽക്കുന്നു, പേടിത്തണ്ടം ചുറ്റും. ഒരുപാട് വട്ടം വിളിച്ചെങ്കിലും ഹൈറ്റ് പേടിയുള്ളതുകൊണ്ട് ജിത്തു ഈ ക്ലാസ്സിൽ കയറിയിട്ടേ ഇല്ല ഗൈസ്. പിന്നെ പോകാനുള്ള ധൃതി കാരണം വേഗം ഓടിപ്പോയി ഫ്ലൈറ്റിൽ കയറി. അങ്ങനെ അബുദാബിയുടെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ ജോർജിയയിലേക്ക്. അബുദാബിയിൽ നിന്നും പറന്നു വരുന്ന നമ്മുടെ ഫ്ലൈറ്റ് ചെന്നിറങ്ങുന്നത് ജോർജിയൻ ക്യാപിറ്റലായിട്ടുള്ള ടിബ്ലിസിയിലാണ്. അപ്പോൾ ജോർജിയയിൽ നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ടിബ്ലിസിയാണ്. അങ്ങനെ നീണ്ട 4 മണിക്കൂറത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ എത്തി ഞങ്ങൾ ജോർജിയയിൽ. അങ്ങനെ ഫ്ലൈറ്റിൽ പുറത്തോട്ട് നോക്കിയപ്പോൾ കണ്ടില്ലേ, മലകളൊക്കെ മഞ്ഞ് പൊതിച്ചിങ്ങനെ കിടക്കാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളെ ജോർജിയയിലെ ഗൈഡായിട്ടുള്ള ലൂക്കയാണ്. ഇതാണ് ലൂക്ക ജോർജിയൻകാരനായതുകൊണ്ട് ആൾക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ആളായിരിക്കും നമ്മുടെ ഗൈഡായിട്ട് കൂടെ ഉണ്ടാവുക. ഇപ്പം ലൂക്ക നമ്മളെ കൊണ്ടുവന്നത് ഹോട്ടലിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവേരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലെത്തി. ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ജോർജിയൻ ഫ്രണ്ടാണ് ഈ സുഖിച്ച് കിടക്കുന്നത്. ആര് വന്ന് തടവി കൊടുത്താലും ആശാൻ ഇതേ കിടപ്പ് കിടക്കും. എന്നെ ഒന്ന് ആരെങ്കിലും തടവണേ എന്നൊരു ഭാവമാണ് എപ്പോഴും ആ മുഖത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു പട്ടി വേറൊരു പട്ടിയെ ഒഴിഞ്ഞുകൊടുക്കുന്ന അപൂർവമായ കാഴ്ച. പിന്നെ എനിക്ക് വിശന്നപ്പോൾ ഫുഡ് അന്വേഷിച്ച് പോയി. അപ്പോൾ കിട്ടിയതാണിത് ഈ കാണുന്ന ഫുഡ്. ഇതൊരു ജോർജിയൻ ഫുഡാണ്. കച്ചാപൂരി എന്നാണ് ഇതിനവർ പേരിട്ട് വിളിക്കുന്നത്. ഇതെന്തെന്ന് വെച്ചാൽ ബ്രെഡ് വിത്ത് ചീസ്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ അത്രയൊന്നും വരില്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കച്ചാപൂരി. ഈ കച്ചാപൂരിക്ക് പുറമെ ഞാനൊരു കേക്കും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കേക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊരു ചോക്ലേറ്റ് കേക്കായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു നൈറ്റ് വാക്കിന് ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങളൊരു സാധനം കണ്ടത്. അതെ, നോക്കൂ ഗൈസ്, തുറന്നൊരു മദ്യക്കട. അതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മദ്യം മാത്രമല്ല, കൂൾ ഡ്രിങ്ക്സും കിട്ടും. കുറച്ച് നേരം ജോർജിയൻ നൈറ്റൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ബാക്കി വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. See you guys.